ഏവർക്കും ദേവദാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ദേവീ കടാക്ഷത്തിനും കുടുംബാഭിവൃദ്ധിക്കും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഞാൻ ഈ പറയുന്ന വ്രതം ഒരു 18 മാസം നോറ്റാൽ ഇഷ്ടകാര്യസിദ്ധി ഉറപ്പ്. ദേവീ കടാക്ഷത്തിലൂടെ കുടുംബാഭിവൃദ്ധി നേടാൻ വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ് പൗർണമി അഥവാ വെളുത്തവാവ്. 2025 ജൂലൈ 10 വ്യാഴാഴ്ച ആണ് മിഥുനമാസത്തിലെ പൗർണമി. അന്നേ ദിവസത്തെ പ്രാർത്ഥനയും വ്രതാനുഷ്ഠാനവും മുൻജന്മ പാപങ്ങൾക്കുള്ള പരിഹാരമാണ്. എല്ലാ മാസത്തിലെയും വെളുത്തവാവ് ദിവസം പൂർണ്ണ ഉപവാസം എടുക്കുകയാണെങ്കിൽ, അതായത് ഒരിക്കൽ ഊണ് ആണ് വ്രതമായിട്ട് നാം അനുഷ്ഠിക്കേണ്ടത്. സൂര്യോദയത്തിന് മുൻപായിട്ട് ഉണർന്ന് കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി ദേവീപ്രീതിക്കായിട്ട് ലളിതാ സഹസ്രനാമവും ദേവീ നാമങ്ങളും മന്ത്രങ്ങളുമൊക്കെ നമ്മൾ ജപിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അഭീഷ്ടകാര്യപ്രദായകമാണ്. ഈ ഓരോ മാസത്തിലെയും വ്രതത്തിന് ഓരോ ഫലങ്ങളാണ് നൽകുന്നത്. മിഥുനമാസത്തിലെ വ്രതം കൊണ്ട് പുത്രഭാഗ്യത്തിനുള്ള ഒരു സൗഭാഗ്യമാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ സർവ്വതാ ദേവതാ പ്രീതിക്ക് വേണ്ടി ഈ ദിവസം ഏറ്റവും ഉത്തമമാണ്. വ്രതത്തോടുകൂടി ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയും പൂജയും പെട്ടെന്ന് ഗുണം നൽകുന്നതാണ്. 18 പ്രാവശ്യം ചിട്ടയായിട്ട് വ്രതമെടുത്താൽ ഇഷ്ടകാര്യസിദ്ധിയും ദുരിതശാന്തിയും സർവ്വ ഐശ്വര്യവുമാണ് ഫലം നിശ്ചയമാണ്. ഇനി ദീർഘമാംഗല്യത്തിനാണെങ്കിൽ ലളിതേ സുഭഗേ ദേവി സുഖസൗഭാഗ്യദായിനി അനന്തം ദേഹി സൗഭാഗ്യം മഹ്യം ദുഭ്യം നമോ നമഃ. ഈ പ്രാർത്ഥന രാവിലെയും സന്ധ്യയ്ക്കും ഒരു 44 പ്രാവശ്യം വീതം നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ദീർഘമംഗല്യ ഭാഗ്യം ഉറപ്പാണ്.